കുറെ ഉണ്ണാക്കന്മാരുണ്ട്. ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ് എന്റെ ഒരു ഹോബിയാണ്. വരൂ. ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നും ഇല്ല. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് ഒരുപാട് ചൊറിഞ്ഞു വരുന്നു മേജർ. ഞാൻ കാണിച്ചു തരാം. ചവിട്ടി കൂട്ടി ഞാൻ പന്നി. വൃത്തികെട്ട വർത്തമാനം പറയുന്നതിനൊക്കെ എന്താ പറയാ, അതിർവരമ്പ് വേണം. ഇതാണോ സംസ്കാരം? വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയക്ക്, വിസ്മയ എന്ന് പറയുന്നില്ല, മായ, തേങ്ങ. പൃഥ്വിരാജ് ഡയറക്ട് ചെയ്തൊരു പടം വന്നല്ലോ, എമ്പുരാൻ. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ. ആ പടം കണ്ടിട്ട് പുറത്തിറങ്ങി മല്ലിയ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മവും കൊടുത്തു. രാജുവിനോട് എനിക്ക് അസൂയ തോന്നുന്നു, ഇതുപോലെ ഒരു സിനിമ എടുക്കാൻ മഹാഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വീട്ടിൽ ചെന്നിരുന്നിട്ട് രാജ്യദ്രോഹ ചിത്രമാണിത് എന്ന് പറഞ്ഞ് എമ്പുരാനെതിരെ നീങ്ങിയ മഹാനാണല്ലോ നമ്മുടെ മേജർ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെ ആ മേജർ ഇന്ന് വിസ്മയെ തിരുത്തുന്നു. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? വിദേശത്ത് എവിടെ പോയി പഠിച്ചതുകൊണ്ട് വിസ്മയുടെ തലയിൽ ആള് താമസം. അതറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്തയടിച്ച് കലക്കിയ. രാജ്യ താല്പര്യം, എടാ രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ താല്പര്യവും ഒക്കെ നീയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കാനുള്ളത്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയ്ക്ക് രാജ്യത്തോട് കൂറില്ല എന്ന് ആലോചിച്ചോക്കെ. എന്റെ അടുക്ക് ആളാവാൻ നോക്കിയാലുണ്ടല്ലോ, എന്നെ ഇവിടെ ഇറക്കി വിടും ഞാൻ. അതിനെല്ലാം പറയുന്നത് രാജ്യസ്നേഹം, എവന്റെയൊക്കെ കുടുംബവകയാണ് രാജ്യസ്നേഹം. നിന്നെയൊക്കെ മുൾക്കിയിടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാൻ വേണ്ടത്. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ലേ? ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം. പഠിച്ചോണ്ട് രാജ്യസ്നേഹമില്ല. ഇയാളെ നാക്കു പുഴുക്കൂലേ നിങ്ങൾ ആലോചിച്ചു. ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നുന്നുണ്ട്. തന്റെ ഉണക്ക പാർട്ടിയെ പിന്തുണച്ചാൽ മാത്രമേ രാജ്യസ്നേഹം. എന്തെല്ലാം കേസുകൾ അയാളെ പേരിലുണ്ടെന്ന് അന്വേഷിച്ചു. അയാളാണ് രാജ്യസ്നേഹം ചിരക്കാൻ വേറെ പണി നോക്കടാ ചാണക തലയന്മാരെ. പറഞ്ഞാ കൂടിപ്പോ. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്.